ഹായ് ഫ്രണ്ട്സ്, ഇൻസൈഡ് ബ്യൂട്ടി എന്ന ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പെട്ടെന്നൊരു പാർട്ടി വന്നു എന്ന് വെച്ചു. അപ്പോൾ സഡൻലി നമ്മുടെ സ്കിൻ ഒന്ന് ഡള്ളായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യിക്കുക, നമ്മുടെ സ്കിന്നിനെ കുറച്ച് റെജുവിനേറ്റ് ചെയ്യിക്കുവാനും ഒരു യൂത്ത്ഫുൾ ലുക്കിംഗ്, ഒരു ലൈറ്റ് വൈറ്റനിങ് എഫക്റ്റും ഉണ്ടാക്കാനുള്ള ഒരു ജസ്റ്റ് ട്രിക്കാണിത്. സോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്യൂട്ടി പാർലറിലൊന്നും പെട്ടെന്ന് പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു ബ്ലീച്ചിങ് എഫക്റ്റും അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ കാര്യം ഉപയോഗിച്ച് തന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയ എല്ലാ കാര്യം വെച്ച് തന്നെ പെട്ടെന്ന് ജസ്റ്റ് ഒരു ഫേഷ്യൽ പോലെ നമ്മുടെ മുഖത്ത് ഇടുകയും രണ്ടാമതൊരു പാക്ക് യൂസ് ചെയ്യുകയും ഒരു മോയ്സ്ചറൈസർ ക്രീം യൂസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡി ടു ഗോ ആണ്. സോ അത് ജസ്റ്റ് നമുക്കിപ്പോൾ തലേദിവസം വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യുവാൻ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫ്രഷ് അപ്പ് ആക്കുവാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഫസ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ മുഖം വാം വാട്ടർ വെച്ച് ക്ലീൻ ചെയ്ത് നമ്മുടെ പോർസിന് ഓപ്പൺ ആക്കി വെക്കണം ഫസ്റ്റ്. സെക്കൻഡ് തിങ്, നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന ഒരു രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ അല്പം ഇത് ബേക്കിംഗ് സോഡയാണ്. നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ബേക്കിംഗ് സോഡ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. സോ നമ്മുടെ സ്റ്റോറേജിൽ അത് കാണും എപ്പോഴും, ഒരു ബേക്കിംഗ് സോഡ നമ്മുടെ കയ്യിലിരിക്കും. അതിന് ഒത്തിരി വിലയൊന്നുമില്ല, ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ്. സോ നമ്മൾ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും അതിലേക്ക് അല്പം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സോ അതിലേക്ക് കുറച്ച് തരി പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റിൻ്റെ ഒരു എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് എ ഫേഷ്യൽ. അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലോയിങ്ങിന് അത് ഒത്തിരി നല്ലതായിട്ട് ഞാൻ ഇതിലേക്ക് ബ്ലീച്ചിങ് പൗഡർ ഒരു സ്പൂണും കുറച്ച് ആൽമണ്ട് ഓയിലും പിന്നെ തരി പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്, ഈ മിശ്രിതം. സോ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ഈ മിശ്രിതം ഏകദേശം ഇത് ഒരു ലൈക്ക് സിറം മോഡൽ പോലെ ഇരിക്കും. സോ ഇത് നമ്മുടെ ഫേസിൻ്റെ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നു. സോ അതൊരു 10 മിനിറ്റ്സോളം നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്യാൻ 10 to 20 മിനിറ്റ്സ് വെക്കണം. സോ ഈ ബ്ലീച്ചിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്നത് വഴിയായിട്ട് നമ്മുടെ സ്കിന്നിന് വളരെ ഒരു ഫ്രഷ്നെസ് ലുക്ക് ഫീൽ ചെയ്യും. സോ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഞാൻ കാണിക്കുകയാണ്. സോ ഇത് ബേക്കിംഗ് സോഡയും ഷുഗർ പൊടിച്ച തരികളും പിന്നെ അതിൻ്റെ കൂടെ ആൽമണ്ട് ഓയിലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കോക്കനട്ടിലേക്കഴിഞ്ഞും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ആൽമണ്ടാണ്. കോക്കനട്ട് നല്ലതാണെങ്കിൽ ആൽമണ്ടാണ് കുറച്ചും കൂടി എൻ്റെ സ്കിന്നിന് സൂട്ടായി തോന്നുന്നത്. സോ ഞാനത് പറ്റി ഒരു 10 മിനിറ്റ്സോളം ഇത് 10 മിനിറ്റ്സ് ഇത് വെച്ച് 10 to 20 മിനിറ്റ്സോളം വെച്ച് കഴിഞ്ഞിട്ട് ശേഷം നമ്മളൊരു നനഞ്ഞ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മളത് കഴുകിക്കളയാം. ഞാനിപ്പോൾ വെക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചെന്നേ ഉള്ളൂ. സോ നമ്മളത് കഴുകിക്കളഞ്ഞതിന് ശേഷം കഴുകിക്കളയാം. സോ ഇറ്റ്സ് ഗോയിങ് ടു എ ഫ്രഷ് ലുക്കാണ് വരുന്നത്. സോ ഞാനിത് പൂർണ്ണമായും തുടച്ച് നമ്മൾ ടാപ്പിൻ്റെ മുന്നിൽ പോയി പൂർണ്ണമായും തുടച്ച് വൃത്തിയാക്കി നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം നമ്മുടെ സ്കിന്ന്. സോ ഞാനിത് ബേക്കിംഗ് സോഡ ഇട്ടു. അപ്പോൾ സോ ഇത് മേക്കപ്പ് ചെയ്ത സ്കിന്നും ഇത് മേക്കപ്പ് ചെയ്യാത്തതാണ്. സോ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടും. സോ അത് തുടച്ചെടുത്ത ശേഷം നമ്മളൊരു പാക്ക് ഇടാൻ പോവുകയാണ്. ആ പാക്കാണ് നമ്മൾ മുൾട്ടാനി മിട്ടിയുടെ ഒരു പാക്കാണ്. മുൾട്ടാനി മിട്ടിയാണ് ഫുള്ളേഴ്സ് എർത്ത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കിട്ടും. അത് നമ്മുടെ സ്കിന്നിനെ കുറച്ച് ടൈറ്റ് ആക്കാൻ സഹായിക്കും, പോർസിനെയൊക്കെ അടിച്ച് ടൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. ഒന്നുമില്ല, മുൾട്ടാനി മിട്ടി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഓഫ് ടർമറിക്, നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് ഒരു പിഞ്ച് ടർമറിക് പൗഡറും കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. സോ ഇത് ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അല്പം അലിയിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ നമുക്ക് നല്ലൊരു പാക്കാവും. സോ മുൾട്ടാനി മിട്ടി നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ടൈറ്റ് ആക്കുവാനും ഒത്തിരി നല്ലതാണ്. ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം മുൾട്ടാനി മിട്ടി ഇട്ടാൽ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവാനുള്ള സഹായിക്കും. സോ ഇത് മുൾട്ടാനി മിട്ടിയുടെ ഒരു പാക്കാണ്. സോ ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഇടുന്നതേ ഉള്ളൂ. സോ ഇത് ഉണങ്ങുന്നത് വരെ ഇത് വെക്കണം. സോ ഞാൻ ഈ മുൾട്ടാനി മിട്ടിയുടെ ഈ പാക്ക് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഇത് ഉണങ്ങുമ്പോൾ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മൾ
തീരെ ഡ്രൈ ആവാൻ നോക്കണ്ട. നമ്മുടെ സ്കിൻ ഇങ്ങനെ ഒരു റിങ്കിൾസ് വരും. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പോകരുത്. സോ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ ഓടിപ്പോയി ചാടി സംസാരിച്ച് കഴിഞ്ഞാൽ അത് റിങ്കിൾസിൽ കലാശിക്കുള്ളൂ, ഗുണത്തിനേറെ ദോഷം വരും. സോ നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് ഉണങ്ങാൻ വേണ്ടി നമ്മൾ നിൽക്കണം. ആ ഉണങ്ങുന്ന സമയത്ത് തീരെ അങ്ങ് ഡ്രൈ അപ്പ് ആകുമ്പോൾ ലൈറ്റ് സ്പ്രേ, റോസ് വാട്ടർ സ്പ്രേയോ അല്ലെങ്കിൽ വാട്ടറോ സ്പ്രേ ചെയ്തിട്ട് നമുക്കത് കഴുകി കളയാവുന്നതാണ്. സോ ഇത് ഞാൻ ഉണങ്ങാൻ വരുന്നവരെ ഞാൻ നോക്കുന്നില്ല. സോ ജസ്റ്റ് വാണ്ട് എനിക്കൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. സോ അത് ഉണങ്ങുന്നവരെ ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഫേസ് കഴുകണം. ഫേസ് കഴുകിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ, ഞാനിവിടെ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേറയുടെ ജെല്ലാണ്. സോ അലോവേറ ജെല്ല് നന്നായിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ, ഒരിക്കലും ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമ്മൾ മസാജ് ചെയ്യരുത്. നമ്മുടെ ഫേസ് സാഗിങ് ചെയ്യും. സോ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. സോ ദെൻ ഗോ ഫോർ ഉറങ്ങാൻ പോവുകയാണ്. പിറ്റേ ദിവസം ഈ നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഫ്രഷപ്പ് ആവും. വേണ്ട, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിൻ ഫ്രഷപ്പ് ആയിട്ടുണ്ട്. സോ നൈറ്റ് പാർട്ടിക്ക് ഒരു വെറിയില്ലാതെ നമുക്ക് പോകാൻ സാധിക്കും. സോ നമ്മുടെ സ്കിൻ പെട്ടെന്നുള്ള ക്ലിയർ അപ്പ് ആക്കാനുള്ള മെത്തേഡാണ് ഇത്. സോ